കേരളത്തിലെ നമ്പർ 1 ലൈറ്റ് വെയ്റ്റ് ജ്വല്ലറിയായ ജേക്കോ ജ്വൽസ് ഏറ്റവും കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയിൽ ന്യൂ ഫാഷൻ ട്രെൻഡി ലൈറ്റ് വെയ്റ്റ് ഓർണമെന്റ്സ് ഒരുക്കി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വടകര സെന്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കമണ്ടലു മരം വീണ്ടും കായ്ച്ചു. സ്കൂളിലെ ഔഷധസസ്യത്തോട്ടത്തിലുള്ള കമണ്ടലു മരം 5ാമതാണ് കായ്ക്കുന്നത്. കുട്ടികൾക്ക് കൗതുകം പകർന്ന കൂത്താട്ടുകുളം വടകര സെന്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കമണ്ടലു മരം വീണ്ടും കായ്ച്ചു. സ്കൂളിലെ ഔഷധത്തോട്ടത്തിലുള്ള കമണ്ടലു മരമാണ് 5ാമതും കായ്ച്ചത്. സ്കൂളിൽ 2010 തുടക്കം കുറിച്ച ഹരിത നേച്ചർ ക്ലബിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ഔഷധത്തോട്ടത്തിൽ 2017 കമണ്ടലു മരം നട്ടത്. പുരാതന കാലത്ത് ഋഷിമാർ ഉപയോഗിച്ചിരുന്ന പാത്രം കമണ്ടലു കായ്ക്കളുടെ അകക്കാമ്പ് നീക്കം ചെയ്ത് കട്ടിയുള്ള പുറംതോട് ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരുന്നതെന്ന് അധ്യാപകൻ ഗോപകുമാർ പറഞ്ഞു. 2017 ഇവിടെ ഈ നിൽക്കുന്ന കമണ്ടലു മരം നട്ടത്. ഹോം ഗ്രൗണ്ടിൽ നിന്നും പ്രത്യേകമായിട്ട് കൊണ്ടുവന്ന് ഇവിടെ നടുകയുണ്ടായി. അന്നത്തെ AEO ശശിധരൻ സാറാണ് നട്ടത്. അതിനുശേഷം ഏതാണ്ട് 5 തവണ ഈ കമണ്ടലു, ഇത് 5ാമത്തെ തവണയാണ് ഈ കമണ്ടലു കായ്ച്ചു കിടക്കുന്നത്. കമണ്ടലു എന്ന് പറയുമ്പോൾ മഹർഷിമാർ പുരാതന കാലഘട്ടത്തിൽ അവരുടെ ദാഹം ശമിപ്പിക്കുന്നതിനാവശ്യമായ പാത്രം, അതിന് വെള്ളം ശേഖരിച്ചിരുന്ന പാത്രമാണ് ഈ കമണ്ടലുക്ക. ഈ കമണ്ടൽക്കായുടെ മുകൾ ഭാഗം മുറിച്ചു മാറ്റി അതിനകത്ത് വെള്ളം നിറച്ച് ആ വെള്ളം സൂക്ഷിച്ചാണ് കുടിച്ചുകൊണ്ടിരുന്നത്. ഇത് അസിഡിക് വെള്ളത്തെ അതിൻ്റെ 7.4 എന്ന ആൽക്കലൈൻ വാട്ടറായിട്ട് മാറാനുള്ള ശേഷി ഈ കമണ്ടലൂനുണ്ട് എന്നാണ് ആചാര്യന്മാർ പറയുന്നത്. അത് ഒട്ടേറെ ഗവേഷണങ്ങളും പഠനങ്ങളും ഒക്കെ അതിനെ സംബന്ധിച്ച് നടക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് വരുന്ന ഈ 2 ഏക്കറോളം വരുന്ന ഔഷധത്തോട്ടത്തിൽ ഇതുപോലെയുള്ള ഒട്ടേറെ ഔഷധ സസ്യങ്ങൾ നമ്മുടെ സ്കൂളിൽ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. 2020 സ്കൂളിൽ ആദ്യമായി കമണ്ടലു മരം കായ്ച്ചത്. സ്കൂളിലെ ഹരിത നേച്ചർ ക്ലബിന്റെ നേതൃത്വത്തിലാണ് കമണ്ടലു മരം നട്ടുപരിപാലിച്ചു വരുന്നതെന്ന് വിദ്യാർത്ഥികൾ പറഞ്ഞു. 2010 തൊട്ട് ഹരിത നേച്ചർ ക്ലബ് ഹരിത ഉദ്യാനത്തിന്റെ ഭാഗമായി ഇവിടെ കുറെ ഫലവൃക്ഷങ്ങളും തൈകളും ഉണ്ട്. അതോടൊപ്പം എല്ലായിടത്തും കാണപ്പെടുന്നതൊന്നും അല്ലാത്തൊരു സാധനമാണ് കമണ്ടലു. ഇവിടെ മാത്രം ഇപ്പൊ ഇതിന്റെ കുറെ സാധനങ്ങൾ ഇങ്ങനെ ഉണക്കി വരുന്നു. അതുപോലെ തന്നെ ഇത് എല്ലാ ദിവസവും വെള്ളം ഒഴിച്ച് ഇത് പരിപാലിച്ച് ഹരിത നേച്ചർ ക്ലബിന്റെയും മാനേജ്മെന്റിന്റെയും ഭാഗമായിട്ട് ഇത് തുടർന്നു വരും. വിളഞ്ഞു പാകമാകാൻ 5 മാസത്തോളം എടുക്കുന്ന കമണ്ടലു കായ്കളുടെ പുറംതോടിന് നല്ല കട്ടിയുള്ളതിനാൽ നിലത്ത് വീണാൽ പോലും ഇവ പൊട്ടില്ല. കരകൌശല വസ്തുക്കളുടെ നിർമ്മാണത്തിനാണ് കമണ്ടലു കായ്കൾ ഇപ്പോൾ ഉപയോഗിച്ചു വരുന്നത്. സ്കൂളിലെ 2 ഏക്കറോളം വരുന്ന ഔഷധത്തോട്ടത്തിൽ കമണ്ടലു മരത്തിനു പുറമെ ഒട്ടേറെ ഔഷധ സസ്യങ്ങളുമുണ്ട്. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. കൂടുതൽ പൊലിമയുള്ള വെഡിംഗ് സെറ്റുകൾ 5, 10, 15, 20 തുടങ്ങി 100 പവൻ വരെയുള്ള വെഡിംഗ് സെറ്റുകൾ. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ജേക്കോ ജ്വൽസിന്റെ 916 സ്വർണ്ണാഭരണവുമായി ലാഭത്തിൽ മാറ്റിവാങ്ങാം. മനസ്സിലിണങ്ങിയ സ്വർണ്ണാഭരണങ്ങൾ യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ ഒരു സുവർണാവസരം. ജേക്കോ ജ്വൽസ് തൊടുപുഴ.